ഗൈസ്, ഞാനിപ്പോൾ അജന്ത കേവിൽ പോവുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചയാണ്. ഇവിടുന്ന് എല്ലോറ കേവിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ ഉണ്ട്. 2 മണിക്കൂർ എടുക്കുന്നതാണ് വരുന്നത്. ചിലപ്പോൾ ട്രാഫിക്കൊക്കെ ഉണ്ടാവും. പക്ഷെ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാം. ശരി, അപ്പോൾ അജന്ത കേവ്സിൽ ചെന്നിട്ട് കാഴ്ചകൾ ബാക്കി കാര്യങ്ങൾ പറയാം. യാത്ര തുടരുകയാണ്. ഇനിയും 1 മണിക്കൂറുണ്ട്. അജന്ത കേവ്സ് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം ബസ് നോക്കണം. ബസ്സിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്കാണ് പോകേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ഷട്ടിൽ ബസ് സർവീസിൻ്റെ അവിടെയൊക്കെ പോവാണ്. റൈറ്റ് സൈഡ്. നേരത്തെ ഷോപ്പിംഗ് ഉണ്ട്. എന്നിട്ട് നമുക്ക് നേരെ ബസ്സിൻ്റെ അവിടെ പോലെ പോകാം. ബസ് സർവീസ് ഉണ്ട്, ഷട്ടിൽ സർവീസ്. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനുള്ളത് അജന്ത കേവ്സിലെ ആണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. അപ്പോൾ ഇത് എൻട്രൻസ് ആദ്യം ഒരു ടിക്കറ്റ് എടുക്കണം, 15 റുപ്പീസിൻ്റെത്. വണ്ടിയുടെ ഇത് സെപ്പറേറ്റ് എടുക്കണം. ഓക്കെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബസ് ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട്. കാരണം അതിൻ്റെ മെയിൻ ഗേറ്റ് വരെ ഒരു 3 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ബസ്സിൽ നമുക്ക് പോകണം. അങ്ങനെ അവിടെ ചെന്നിട്ട് പിന്നെയാണ് നമ്മൾ വാക്ക് ചെയ്യേണ്ടത് നമ്മുടെ കേവ്സിനെ കുറിച്ച്. അങ്ങനെ അവിടെ നിന്നാണ് നമുക്ക് വാക്ക് ചെയ്യേണ്ടത് കേവ്സിലേക്ക്. അതിൻ്റെ നമുക്ക് വേണം ഗൈഡിൻ്റെ ബുക്കൊക്കെ ഇവർ തരും. ഗൈഡൊന്നും ഉണ്ടാവും. അതിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. നമുക്കത് പോയി കാണാം. ഷട്ടിൽ ബസ് സ്റ്റോപ്പ് ഫോർ കേവ്സ്. ഇതാണ് ബസ്. നമ്മൾ ക്യൂവിൽ നിന്നിട്ട് വേണം പോകാൻ. എൻ്റെ പോകാനും ബസ് വരുന്നുണ്ട്. നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇനി 3 കിലോമീറ്റേഴ്സ് ഉണ്ട് പോകാൻ. ഈ ബുക്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. മൊത്തം 27 കേവ് ഉണ്ട്. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ബുദ്ധ കേവ്സാണ് ഉള്ളത്. ഇത് കണ്ടുപിടിച്ചത് 1819 ആകസ്മികമായി കണ്ടുപിടിച്ചത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കാണാം. വെൽക്കം ടു അജന്ത കേവ്സ് വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ. അപ്പോൾ നമുക്ക് അജന്ത കേവ്സിനുള്ളിൽ പോയി കാണാം എന്തൊക്കെയാണ്. ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇതാണ്, ഈ ബസ്സിലാണ് നമ്മൾ ഇറങ്ങിയത്. ഇനി നേരെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം. നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കിടക്കണം. ക്ലോക്ക് ഉണ്ട്. ഗൈഡ് ചാർജസ് ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ നേരെയാണ്. ടിക്കറ്റ് കൗണ്ടർ. Admission ticket 40 per person, and for other countries 600 per person, and video camera extra 25. So ടിക്കറ്റ് എടുത്ത് 40 രൂപയാണ്. നമുക്കിനി കേവ്സ് കാണാം. അപ്പോൾ നമുക്ക് കേവ്സിൻ്റെ അടുത്തേക്ക് പോകാം. 2 കേവ്സ്. കൂലി 2000 രൂപയുണ്ട്. പോർട്ടർ ചാർജ് 500 ഉണ്ടാവും വേണമെങ്കിൽ. കാരണം 1 കിലോമീറ്റർ മുകളിൽ പോകാനുണ്ട്. അതേപോലെ നമ്മുടെ 1 കിലോമീറ്റർ താഴെ ഇറങ്ങാനുണ്ട്. നമുക്ക് പോയി കാണാം. 700 സ്റ്റെപ്സാണ് ഉള്ളത്. മൊത്തം 700 സ്റ്റെപ്സാണ് ഉള്ളത്.
ഈ മലേൻ്റെ ഇടയിലാണ് ഗുഹകളുള്ളത്. ഡോലി കൊണ്ടുപോകേണ്ട സാധനമാണ്. വേണ്ട ഇതിലിരുത്തിച്ചാണ് 4 ആൾ പിടിച്ച് കൊണ്ടുപോകും. കുറച്ച് സ്റ്റെപ്സ് കഴിഞ്ഞു, ഇനിയും ഉണ്ട് 1 കിലോമീറ്റർ. ഇവരുടെ ഓഫീസൊക്കെയാണ്. ഗുഹേൻ്റെ ഉള്ളിലായിട്ടാണ് ഇവരുടെ ഓഫീസ്. വിശാലമായ ഒരു സ്ഥലമായിരുന്നു. ഇതൊരു നദിയാണ്. ആ നദിയുടെ പേര്, ഈ പുഴയുടെ പേരാണ് വഘോര റിവർ. അപ്പോൾ ആ വഘോര റിവറിൻ്റെ ഒരു സൈഡായിട്ട് നിങ്ങൾ മാപ്പ് കണ്ടാൽ തിരിയും. വഘോര റിവറിൻ്റെ സൈഡിലായിട്ടാണ് ഈ അജന്ത കേവ് സ്ഥിതി ചെയ്യുന്നത്. മെയിൻലി ബുദ്ധയുടെ സ്റ്റാച്യൂസാണ് കൂടുതലുണ്ടാവുക. ബുദ്ധ പെയിൻറ്റിങ്സിനാണ് അറിയപ്പെടുന്നത് വഘോര. ബുദ്ധ സ്റ്റാച്യൂസാണ്, ബുദ്ധ പെയിൻറ്റിങ്സാണ് കൂടുതലുണ്ടാവുക. വഘോര റിവറിൻ്റെ സൈഡിലാണ്. അപ്പം നമുക്ക് കണ്ട ഇപ്പം നിറച്ചും കേവ്സിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഓരോ കേവ്സും. കണ്ട ഒത്തിരി കേവ്സിൻ്റെ ആണ്. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. ഒത്തിരി കേവ്സിൻ്റെ ഇതുണ്ട്, അതൊക്കെ നമുക്ക് കാണാനുള്ളത്. ഈ കുറച്ച് ഗുഹേൻ്റെ ഉള്ളിലൂടെ അപ്പോൾ നമുക്ക് കേവ്സിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ട എൻട്രൻസായി. അജന്ത കേവ്സ്. ഇതിനുള്ളിൽ കുത്തിയൊന്നുമില്ല. നമ്പർ 2 ആണ്. ഇതിൻ്റെ ഉള്ളിലാണ്. വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ ഉള്ളിൽ ഞാൻ കയറുന്നില്ല. കണ്ട മുകളിൽ കണ്ട ഒരുപാട് പെയിൻറ്റിങ്സൊക്കെ നമുക്ക്, വാൾ പെയിൻറ്റിങ്സൊക്കെ കാണാം. ബുദ്ധയുടെ സ്റ്റാച്ചു നമുക്ക് കാണാം. മുകളിലൊക്കെ പോകും. ഇത് 4ാമത്തെ കേവാണ്. ഇനി നമുക്ക് മറ്റ് കേവുകളൊക്കെ ഇങ്ങനെ കണ്ടു പോവാം. ഒരു ഗുഹ മാത്രമേ ഉള്ളൂ. ഇത് ഈ വലിയ പാറയിൽ നിന്ന് കൊത്തിയെടുത്ത ഗുഹകളാണ്. സ്ഥലത്ത് നമുക്ക് ചപ്പൽ റിമൂവ് ചെയ്തിട്ട് പോകണം. 2nd ഫ്ലോറിലും ഉണ്ട്. കേവാണ്. വലിയൊരു ബുദ്ധ സ്റ്റാച്ചു ആണ്. ഇത് വേറൊരു ബുദ്ധ സ്റ്റാച്ചു. നമ്മളിത് ബുദ്ധിസ്റ്റിൻ്റെയാണ് അജന്ത കേവ്സിലുള്ളത്. വലിയ പാറ.